ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. രേണുസുതി തന്നെയാണ് വീണ്ടും സബ്ജക്ട്. രേണുസുതിയാണ് ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം പടർന്ന് പന്തലിച്ച ഒരു സോഷ്യൽ മീഡിയ താരമായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രേണുസുതിയുമായി ബന്ധപ്പെട്ട് രേണുസുതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇങ്ങനെ ഡേ ബൈ ഡേ ആളുകൾ ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിവേ, ഇന്നലെ രേണുസുതിയുടെ ജീവിതത്തിലെ ഒരു പ്രധാന ദിവസമായിരുന്നു. സുധിച്ചേട്ടന്റെ ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു. ആ ഡെത്ത് ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് ചില വലിയ കോൺട്രവേഴ്സികൾ ഉണ്ടാവുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, രേണുസുതി കടുത്ത രീതിയിൽ അപമാനിച്ചു. ആരെയാണ്? സുധിച്ചേട്ടന്റെ ഓർമ്മ ദിവസം അപമാനിച്ചു എന്ന തരത്തിലുള്ള ആരോപണമായി നിരവധി പേരെത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പലരും വീഡിയോ ചെയ്തിട്ടുണ്ട്. യൂട്യൂബേഴ്സ്, അതുപോലെ തന്നെ മറ്റു ചില പേജുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന വീഡിയോയുടെ താഴെയൊക്കെ വലിയ രീതിയിൽ രേണുസുതി ഈ ഒരു ദിവസം അവഹേളിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. എനിവേ, രേണുസുതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില വിമർശനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തി നല്ല കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് മറച്ചു വെക്കാൻ പാടില്ല. അദ്ദേഹം ചെയ്ത മോശം കാര്യം മാത്രം എടുത്ത് പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ അവഹേളിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളും നമ്മൾ പറയണം. അത് ഒളിച്ചു വെച്ചുകൂടാ. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സംഭവിച്ചത്, രേണുസുതി ചെയ്ത ആ ഒരു പ്രവൃത്തി എന്തായിരുന്നു, അതുപോലെ തന്നെ എന്ത് അപരാധമാണ് അവിടെ നടന്നത്, അതെന്തെല്ലാമായിരുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പുതുവർഷം കാണാൻ കവിളിരുന്ന നാളത്തെ നേരം കേൾക്കാനും നേരം ചോട്ടാകുമ്പോ നാളെ റിലീസാണല്ലോ. എല്ലാരും തന്നെ ലാലട്ടന്റെ പടം ചോട്ടാകുമ്പേ തിയേറ്ററിൽ നാളെ ചൂടാറിലല്ലേ റിലീസ് അല്ലേ. സുധിയിലേക്ക് വന്ന് ഡാൻസ് കളിച്ച അലന് ഒരുപാട് താങ്ക്സ്. സുധിച്ചേട്ടന്റെ ഓർമ്മ ദിവസം അവിടെ ഗസ്റ്റായി എത്തിയ AJP അലൻ ജോസ് പെരേര. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു കാറ്റഗറി സോഷ്യൽ മീഡിയയിൽ എന്താണെന്നുള്ള കാര്യം. സോ അലൻ ജോസ് പെരേര കളിച്ച പാത്തത്താറാവിനെ പോലെ കളിച്ച ഈ ഒരു ഡാൻസ് ആണ് ഇത്രയും അധികം ആക്ഷേപം രേണുസുതിക്ക് ഉണ്ടായി കൊടുത്തത്. സുധിച്ചേട്ടന്റെ ആ ഫോട്ടോ അവിടെ ബാക്കിൽ കാണാം, സുധിലയോ എന്ന് എഴുതിയില്ല. ഒരുപക്ഷെ സുധിച്ചേട്ട ആ ഫോട്ടോയിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവൻ രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം. കാരണം ആ രീതിയിലുള്ള അപരാധമാണ് ഇവൻ സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ ഈ പരിപാടിക്ക് വിളിച്ചുകൊണ്ടുപോയി അവിടെ ഡാൻസ് കളിപ്പിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇവന്റെ ഡാൻസിന്റെ ഒരു വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് അറിയാവുന്ന പ്രേക്ഷകർ അത് ഒരു അഭംഗിയായി തോന്നിയത് കൊണ്ടായിരിക്കാം വിമർശിച്ചത്. ഇനി വലിയ രീതിയിലുള്ള പ്രതിഷേധം, അതായത് ഈ ഒരു ഡാൻസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളുകൾ നടത്തുന്നുണ്ട്. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓർമ്മ ദിവസം എന്നത് മരിച്ച ആളുടെ ഓർമ്മ ദിവസമാണ്, അല്ലാതെ കല്യാണ ദിവസം അല്ലെന്ന് വിവരമില്ലാത്തവരോട് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ആരെങ്കിലും കഷ്ടം. രേണു എന്ന വ്യക്തി ഇന്ന് വരെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് പറയാതെ വയ്യ മോളെ. കെട്ടിയവൻ മരിച്ച് രണ്ടാമത് കെട്ടിയാലും ഒരിക്കൽ ജീവനായിരുന്നവൻ പോയ ദിവസം ഒരു പെണ്ണും സന്തോഷം കൊണ്ടിരിക്കില്ല. ചിരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് എങ്കിൽ പോലും ആ മനുഷ്യന്റെ ഓർമ്മ ദിവസം ഡാൻസ് പാടി ചിരിച്ചു കളിച്ച് അവന്മാരുടെ ഒപ്പം തുള്ളാൻ നിൽക്കുന്ന നിന്നെ ഓർക്കുമ്പോൾ സുധിച്ചേട്ടനെ പോലും വെറുത്തു പോകുന്നു എന്നാണ് സ്നേഹാബിജ് കമന്റ് അടിച്ചേക്കുന്നത്. സുധിച്ചേട്ടന്റെ ഓർമ്മ ദിവസം ഇങ്ങനെയൊന്നും പോരാ, ഗാനമേള വെച്ച് അടിപൊളിയാക്ക്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയല്ലേ ഭാര്യ ആറാടുന്നത്. സുധിലയത്തിൽ വന്ന് ഡാൻസ് കളിച്ച അലന് താങ്ക്സോ. ഇന്ന് ആരുടെ ആ ഓർമ്മ ദിവസമല്ലേ, അല്ലാതെ അവന്റെ അരങ്ങേറ്റമൊന്നും അല്ലല്ലോ. വലിയ രീതിയിലുള്ള വ്യാപകമായ പ്രതിഷേധം ആളുകളുടെ ഇടയിൽ ഉണ്ടാവുന്നുണ്ട്. അതിന് കാരണം ഈ ഒരു അപരാധി മോന്റെ ഡാൻസ് തന്നെയാണ്. ഇവന്റെ ഡാൻസ് ഇഷ്ടപ്പെടുന്ന മറ്റൊരു യൂണിവേഴ്സിലുള്ള ചില ആളുകളുണ്ട്. പക്ഷെ ഈ രീതിയിൽ നോർമലായിട്ടുള്ള ആളുകൾ ഈ AJPയുടെ ഡാൻസ് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു അപരാധം അവിടെ നടത്തിയിട്ട് അതിന് താങ്ക്സ് പറഞ്ഞ രേണുസുതിയെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഇനി രേണുസുതി അവിടെ വലിയ അവഹേളനമാണ് സുതിയെ നടത്തിയത്, അല്ലെങ്കിൽ രേണുസുതി ഈ പറഞ്ഞ കണക്ക് വലിയ രീതിയിൽ ആഘോഷിക്കുകയായിരുന്നു, അർമാദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞവർക്ക് വേണ്ടി ആ ഒരു സംഭവം, അതായത് എന്താണ് അവിടെ നടന്നത്, അതും കൂടെ ഞാൻ വെക്കാം. ഒരിക്കലും വേർപാടില്ലാത്ത ഞങ്ങളുടെ പിതാവിന്റെ പരമ്പുള്ള വാസസ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. സഹസ്രനായ ഞങ്ങളുടെ പിതാവേ, കരുണയുടെ ദൈവമേ, മരണത്തിന് അങ്ങയിൽ നിന്നും അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും ആരെയും വേർപെടുത്തുവാൻ പാടില്ലാത്തതിനായി
ഞങ്ങളിലേക്ക് സ്തോത്രം ചെയ്യുന്നു. ക്ഷേമോ മാലിന്യമോ വാട്ടമോ ഇല്ലാത്തതായി സ്വർഗത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവകാശത്തെക്കുറിച്ച് ജീവനുള്ള പ്രത്യാശ ഞങ്ങളുടെ മക്കൾ ജനിപ്പിക്കണമേ. ഒരിക്കലും വേർപാടില്ലാത്ത ഞങ്ങളുടെ പിതാവിന്റെ ഭവനത്തിലുള്ള വാസസ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി. അതായത് മനസ്സിലാക്കുന്നത് സുധിയുടെ ആ ഒരു ഓർമ്മ ദിവസം വളരെ ഭംഗിയായി അവിടെ നടത്തി. അപ്പോൾ അക്കാര്യത്തിൽ ഈ രേണുസുധിയുടെ ഭാഗത്ത് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ രേണുസുധിയെ ആ കാര്യത്തിൽ അവഹേളിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ രേണുസുധിയുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഈ രീതിയിലുള്ള അപരാധികളോടാണ് കൂട്ടിപ്പോ. അതുകൊണ്ട് തന്നെ പെരേരയെ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിച്ച് പെരേര ദാട്സേട്ടൻ കോഴിക്കോട് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളോടാണ് ഈ പറഞ്ഞ രേണുസുധിയുടെ ഇപ്പൊ ആ ഒരു ശ്രേണിയിലാണ് രേണുസുധി. അവാർഡ് കിട്ടിയെന്ന് പറയുന്നു, വലിയ രീതിയിൽ അഭിനയം കാഴ്ചവെക്കുന്നു, കൂടുതൽ സിനിമ വരുന്നു എന്നൊക്കെ പറയുന്നു, ബിഗ് ബോസിൽ പോകുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രേണുസുധി ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലുള്ള പണ്ട് പാലാസജിയും സന്തോഷ് മിനിറ്റും കൊണ്ടുവന്ന ആ ഒരു രീതിയാണ് രേണുസുധി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോ അല്പസ്വല്പം മെച്ചപ്പെട്ട് വരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നല്ലൊരു ഭാവിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ അതൊക്കെ ഓക്കെ. പക്ഷെ അതിനുശേഷം അവിടെ സംഭവിച്ച ഞാൻ ഇന്നലെ പറഞ്ഞ ചില കാര്യം മറ്റൊരു ദുരന്തമായി മാറാൻ പ്രാപ്തിയുള്ളൊരു സംഭവം. സുചേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? സുചേട്ടനെ പറ്റി ആലോചിക്കാനാണെങ്കിൽ സുചേട്ടൻ്റെ മോടി എൻ്റെ ഇപ്പോഴും കിടപ്പുണ്ട്. എൻ്റെ മോനെ മാത്രമേ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ. സുചേട്ടൻ മോനെ നിമിഷമോനെ ഒരു ഹെൽപ്പ് ചെയ്യടാ എന്ന് ചോദിച്ചാൽ ആ ഒരു ഇനിയില്ലായിരുന്നു വിളിച്ചത് വീട്ടിലുണ്ടായിരുന്നു വിളിച്ചത്. അതാണ് എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത്. എന്താ പറയുക, എനിക്ക് പറയണമെന്ന് അറിയില്ല. എനിക്ക് എന്താ പറയുന്നത്, എന്തായാലും ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എനിക്കറിയാം. ഞാനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിക്ക് തെറിയും നെഗറ്റീവും കേട്ട് ഒരാളും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാനും അതേപോലെ തന്നെ കയറി വന്ന ഒരാളാണ്. എവിടെ എത്തിയെന്നല്ല പറയുന്നത്, എൻ്റെ കുടുംബം മാത്രമേ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇവരോട് പറയുന്ന കാര്യം തന്നെയാണ്, തളരാൻ നിൽക്കരുത്. നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും കയറി പോകാൻ പറ്റും. ഹാപ്പിയായിട്ടിരിക്കും. മറ്റാരുമല്ല, നമ്മുടെ നിമിഷ ചേച്ചി. നിമിഷ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഇന്നലെയും പറഞ്ഞാണ്, നമുക്ക് അന്യമല്ല. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കലാപരിപാടികൾ നമുക്കറിയാം. രാത്രി 11 മണിക്ക് ശേഷം മെമ്പർഷിപ്പ് ലൈവാണ്. 7,999 രൂപ വരെ ഈടാക്കുന്നുണ്ട്. എന്താണ് അതിന്റെ കണ്ടന്റ് എന്ന് നമുക്കറിയത്തില്ല, നമ്മൾ കയറി നോക്കിയിട്ടില്ല. ഒരുപക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് രേണുസുധിയുടെ ആ ഒരു പുതിയ തെരഞ്ഞെടുപ്പ്, ആ ഒരു സുഹൃബന്ധം വളരെ നന്നായി. കാരണം ഇവിടെ ഇന്നലെ ചിലർ പറഞ്ഞു രേണുസുധി ഈ പറഞ്ഞ നിമിഷയോടുകൂടി നിന്നത് എന്താണ് കുഴപ്പം, സുഹൃത്തല്ലേ എന്ന്. ഇവിടെ പറയുന്നത് പല ഉപദേശങ്ങളും നൽകുന്നത്, അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവായി രേണുസുധിക്ക് എപ്പോഴും കൂടെയുള്ളത് നിമിഷ ചേച്ചിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രേണുസുധിയുടെ ഭാവി ആ ഒരു കൈകളിൽ സുരക്ഷിതമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചില സൗഹൃദങ്ങൾ കൂടി കണ്ടപ്പോഴാണ് പ്രേക്ഷകർക്ക് ഏറ്റവും അധികം ഒരുപക്ഷെ വെറുപ്പുണ്ടാവാനുള്ള കാരണം. അങ്ങനെ തന്നെയാണ് കമന്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. AJP അല്ലെങ്കിൽ ഈ പറഞ്ഞ നിമിഷ ചേച്ചി പോലുള്ള ആളുകളോടാണ് കൂട്ടെങ്കിൽ ഇനി നിന്നെ നോക്കണ്ട, അല്ലെങ്കിൽ നീ തീർന്നു എന്നുള്ള രീതിയിലാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത്. സോ അതിന് മറുപടി പറയേണ്ടതും അത്തരം സമ്പർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കേണ്ടതും രേണുസുധിയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എനിവേ ഇതാണ് ആക്ച്വലി ഓർമ്മ ദിവസമായ ദിവസം അവിടെ സംഭവിച്ചത്. അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ പറഞ്ഞ AJPയുടെ ഡാൻസും ചില കലാപരിപാടികളും ഒക്കെ അൺവാണ്ടഡ് ആയി തോന്നി. എനിവേ ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ആദ്യമായി ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.